നാസയുടെ ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ യുക്ലിഡ് ടെലസ്കോപ്പും സംയുക്തമായി പകർത്തിയ കാറ്റസ് ഐ നെബുലയുടെ അതിമനോഹരമായ ചിത്രം ശാസ്ത്രലോകം പുറത്തുവിട്ടു. ഭൂമിയിൽ നിന്നും ഏകദേശം 4400 പ്രകാശവർഷം അകലെ ഡ്രാക്കോ നക്ഷത്ര രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിഭാസം ഒരു നക്ഷത്രം അതിന്റെ ആയുസിന്റെ അവസാന ഘട്ടത്തിൽ പുറന്തള്ളുന്ന വാതക പാളികളാൽ രൂപപ്പെട്ടതാണ്. സങ്കീർണമായ ഘടനയുള്ള ഈ നെബുലയുടെ പുതിയ ചിത്രത്തിൽ വാതക വളയങ്ങളും മുൻപുണ്ടായ സ്ഫോടനങ്ങളുടെ അടയാളങ്ങളും അതീവ വ്യക്തതയോടെ ദൃശ്യമാണ്. പുതിയ സംയുക്ത നിരീക്ഷണം ഈ നെബുലയുടെ സങ്കീർണ ഘടനയും നിറഞ്ഞു നിൽക്കുന്ന ഗ്യാസിന്റെ വളയങ്ങളും മുമ്പുണ്ടായ സ്ഫോടനങ്ങളുടെ അടയാളങ്ങളും വിശദമായി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദൂരെയുള്ള അനേകം ആകാശഗംഗകളും വ്യക്തമായി കാണപ്പെടുന്നു. വിദൂര പ്രപഞ്ചത്തെ പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത യുക്ലിഡ് ടെലസ്കോപ്പ് ആഴത്തിലുള്ള സർവേകളുടെ സമീപത്തെ ആകാശ വസ്തുക്കളെയും കണ്ടെത്താൻ കഴിവുള്ളതാണ് എന്ന് നാസയുടെ ഔദ്യോഗിക ബ്ലോഗ് വ്യക്തമാക്കുന്നു. അതിന്റെ വൈഡ് ഫീൽഡ് നിയർ ഇൻഫ്രാറെഡ് വിസിബിൾ ക്യാമറകൾ എന്നിവ നെബുലയെ ചുറ്റിപ്പറ്റിയ നിറമാർന്ന ഗ്യാസിന്റെ ഹാലോ വളയങ്ങൾ ഫിലമെന്റുകൾ എന്നിവയെ വ്യക്തമായി രേഖപ്പെടുത്തി. മുമ്പ് നക്ഷത്രത്തിൽ നിന്നുണ്ടായ ഒരു വലിയ സ്ഫോടനത്തിൽ പുറത്തേക്ക് തെറിച്ച ഒരു പുറം വളയവും ഈ ചിത്രത്തിൽ കാണാം. 864 ആരംഭിച്ച പഠനങ്ങൾക്ക് പുതിയ നിരീക്ഷണങ്ങൾ വലിയ കരുത്താണ് പകരുന്നത്. ഒരു നക്ഷത്രം എങ്ങനെയാണ് കാലക്രമണത്തിൽ അതിന്റെ പീഠം നഷ്ടപ്പെടുത്തി മരണത്തിലേക്ക് നീങ്ങുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ നൽകാൻ ഈ സംയുക്ത നിരീക്ഷണത്തിന് സാധിക്കും. ഹബിളിന്റെ ഉയർന്ന റെസല്യൂഷൻ ഡേറ്റയും യുക്ലിഡിന്റെ വിശാലമായ ദൃശ്യവും ചേർന്നതോടെ നക്ഷത്രത്തിന്റെ അവസാന നൂറ്റാണ്ടുകളിലെ പ്രവർത്തന ചരിത്രം പുനർനിർമ്മിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ ജീവചക്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഈ കണ്ടെത്തൽ നിർണായകമായ ഒരു നാഴികക്കല്ലാകും.